ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, സ്തോത്രം. 65-ാം സങ്കീർത്തനം അതിന്റെ 12-13 വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. ഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. സ്തോത്രം. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഇന്ന് രാത്രിയിൽ നാം വായിച്ചു കേൾക്കപ്പെട്ടത്. സ്തോത്രം. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. സംഗീത പ്രമാണിക്ക് വേണ്ടി സ്തോത്രം. സംഗീത പ്രമാണിക്ക് വേണ്ടി ദാവീദ് ഒരു കൊയ്ത്തു പാട്ടായി രചിച്ചു. ഹല്ലേലൂയ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ഈ ഗാനം സ്തോത്രം നാം വായിച്ച സങ്കീർത്തനം ഒരു കൊയ്ത്തുപാട്ടാണ്. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ജനം ഒരുമിച്ച് കൂടി വർഷം തോറും ഈ പാട്ട് പാടുക പതിവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് അതിന്റെ ആരംഭവാക്യം ഒന്ന് വായിച്ചാട്ടെ. 65-ന്റെ 1-2 വേദഭാഗം വായിച്ചാട്ടെ. ദൈവമേ സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നത്. സ്തോത്രം. അടുക്കിലേക്ക് വരുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണേ, ദാവീദിന് ഒരു കാര്യം മനസ്സിലായി. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട് എന്ന്. സ്തോത്രം. പിടികിട്ടിയോ? ദാവീദിന് ഒരു കാര്യം മനസ്സിലായി. നമുക്കാർക്കും മനസ്സിലാകാത്ത ഒരു കാര്യം ദാവീദിന് മനസ്സിലായി. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദാവീദ് മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് സകല ജനവും ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നു. ഹല്ലേലൂയ. ഭാഷാ വ്യത്യാസമില്ലാതെ, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഹല്ലേലൂയ എല്ലാവരും യേശുവിന്റെ അടുക്കലേക്ക് വരുന്നു. സ്തോത്രം. മറ്റുള്ളവർ ദൈവത്തിന്റെ അടുക്കൽ വന്ന് പ്രാപിക്കുന്ന വിടുതൽ അത് പലപ്പോഴും എനിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഹല്ലേലൂയ. അതിന്റെ കാരണങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ സ്തോത്രം അതിന്റെ 3-ാമത് വാക്യത്തിനകത്ത് ഇപ്രകാരം പറയുന്നത് വായിച്ചാട്ടെ. 3-ാമത് വാക്യം. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ നിൽക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും മറുപടി ലഭിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ നിൽക്കുന്നവർ നിത്യതയിൽ പ്രവേശിക്കും. പക്ഷേ ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ അവരവർക്ക് വേണ്ടി ദൈവം ഭൗതികമായ നന്മകൾ ഒരുക്കി വച്ചിട്ടുണ്ട്. സ്തോത്രം. ആ ഭൗതികമായ നന്മകൾ പ്രാപിക്കാതിരിക്കേണ്ടതിന് അവിടെ ജീവിതത്തിൽ ചില അതിക്രമങ്ങളുണ്ട് എന്ന് ഹല്ലേലൂയ ശ്രദ്ധിക്കണമേ. സ്തോത്രം. അതിക്രമങ്ങൾ എന്റെ അതിക്രമങ്ങൾ എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഏക പ്രതീക്ഷയും പ്രത്യാശയും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സർവശക്തനായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഒന്ന് വായിച്ചേട്ടാ ഭാഗം. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ദാവീദ് ഇങ്ങനെ പറയുന്നു, എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. സ്തോത്രം. ഏറ്റവും കഠിനമായിരിക്കുന്നു, ഏറ്റവും ബലപ്പെടുന്നു. പക്ഷെ എങ്കിലും നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾ പരിഹാരം വരുത്തും. സ്തോത്രം. അങ്ങനെയെങ്കിൽ യേശു നമ്മുടെ അകൃത്യങ്ങൾക്ക് അതിക്രമങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ പരിഹാരം വരുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളുടെ ജീവിതത്തിലും അകൃത്യങ്ങൾ ഉണ്ട്.
ദൈവത്തിന്റെ ഹല്ലേലൂയ മക്കളുടെ ജീവിതത്തിലും ചില ഹല്ലേലൂയ അതിക്രമങ്ങളുണ്ട്. ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, വിടുതലുകൾ എന്നിവയുടെ വാതിലുകൾ അടഞ്ഞിരിക്കുമ്പോൾ സ്തോത്രം, ഇന്ന് രാത്രി ഹല്ലേലൂയ അതിക്രമങ്ങളും അകൃത്യങ്ങളും ഉണ്ട് എങ്കിൽ നന്മയുടെ വാതിലുകൾ അടഞ്ഞിരിക്കുമെന്ന്. ഇന്ന് രാത്രി അടഞ്ഞു കിടക്കുന്ന നന്മയുടെ ഭൗതികത്തിന്റെ വാതിലുകളെ തുറന്ന് കിട്ടുന്നതിന് വേണ്ടി ഹല്ലേലൂയ ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കണം. സ്തോത്രം. നമ്മുടെ വഴി അടച്ചിരിക്കുന്നത് ശത്രുവല്ല, നമ്മുടെ അകൃത്യങ്ങളാണ് എന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് അകൃത്യം? കൃത്യമില്ലാത്തതാണ് അകൃത്യം എന്ന് പറയുന്നത്. അകൃത്യത്തിന്റെ ഡെഫിനിഷൻ അറിയാമോ? അകൃത്യത്തിന് പറയുന്നത് കൃത്യമില്ലാത്തതാണ് അകൃത്യം. ഹല്ലേലൂയ. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതാണ് അകൃത്യം. ഹല്ലേലൂയ. ചെയ്യേണ്ടത് ചെയ്താലിരുന്നാലും അതിനെ അകൃത്യം എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. സ്തോത്രം. പാട്ടുണ്ട്, ആരാധനയുണ്ട്, ഉപവാസമുണ്ട്, ഹല്ലേലൂയ, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അകൃത്യമുണ്ട് എങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം രക്ഷയിലേക്ക് വന്നാൽ ആമേൻ സ്തോത്രം, ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നുണ്ട്. പക്ഷേ അവൻ നമ്മുടെ ജീവിതത്തിലെ ചില അകൃത്യങ്ങൾ എന്നെയും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആത്മീയപരമായ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ കഴിയും. പക്ഷെ ഭൗതികമായ മുന്നേറ്റങ്ങൾക്ക് ഹല്ലേലൂയ എനിക്ക് നിങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ അകൃത്യങ്ങളാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നാം വായിച്ച കുരുവാക്യത്തിനകത്ത് ആമേ സ്തോത്രം, ഭൗതിക തലങ്ങളിൽ നാം പ്രാപിക്കേണ്ട നന്മകളും നമുക്ക് വേണ്ടി തുറക്കേണ്ടുന്ന പല വഴികളും അനുഗ്രഹത്തിൽ ഹല്ലേലൂയ ആമേ സ്തോത്രം അനുഗ്രഹിക്കപ്പെടേണ്ട പല ഉറവകളും നമ്മുടെ അകൃത്യങ്ങൾ ഏറ്റതുകൊണ്ട് ദൈവസന്നിധി കുറ്റമേറ്റ് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അകൃത്യത്തിന് വിട ലഭിക്കുവാൻ ഇടയാക്കിയ സ്തോത്രം. രാത്രിയിൽ നമ്മുടെ അകൃത്യങ്ങളെ, നമ്മുടെ സ്തോത്ര കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ആത്മാവിൽ സ്വതന്ത്രരാകുവാൻ പോകുകയാണ്. ജഡത്തിൽ മാനസിക മേഖലകളിൽ, ശാരീരിക മേഖലകളിൽ സ്തോത്രം ഹല്ലേലൂയ മാനസിക മേഖലകളിൽ നിരവധി തടസ്സങ്ങൾ എനിക്ക് നിങ്ങൾക്കുമുണ്ട് എന്ന് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നാം വായിച്ച വേദഭാഗത്തിനകത്ത് ഇപ്രകാരം പറഞ്ഞു, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. സ്തോത്രം. 65 12 വാക്യം 13 വാക്യം ചേർന്ന് വായിച്ചാട്ടെ. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. സ്തോത്രം. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. മരുഭൂമിയാണ്, വറ്റി വരണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു പൊട്ടപ്പുല്ല് പോലും മുളയ്ക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയാണ് ആ മരുഭൂമി കടന്നു പോകുന്നത്. പക്ഷേ എങ്കിലും സ്തോത്രം ഹല്ലേലൂയ മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കൃഷിയില്ലാത്ത മരുഭൂമി, മഴയാൽ നനഞ്ഞ് ആടുമാടുകൾക്ക് ആവശ്യമുള്ള പുല്ല് മുളപ്പിക്കുന്ന അനുഭവം. ഇന്ന് രാത്രിയിൽ ഒന്നും മുളച്ചു വരികയില്ല, ഒന്നും കേർത്തു വരികയില്ല എന്ന് ശത്രു വാദഗതി പറയുന്നിടത്ത് സ്വർഗത്തിലെ ദൈവം പറയുന്നു, കൃഷിയില്ലാത്ത മരുഭൂമി, ഹല്ലേലൂയ, മഴ നനഞ്ഞ് ആടുകൾക്ക് മാടുകൾക്ക് ആവശ്യമുള്ള പുല്ലുകൾ മുളപ്പിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യവാസമുള്ളതിന് ഹല്ലേലൂയ എന്ന പോലെ മനുഷ്യവാസമില്ലാത്തിടത്ത് മഴ പെയ്ക്കുന്ന ദൈവം ഇന്ന് രാത്രി മരുഭൂമിയിൽ ഹല്ലേലൂയ മനുഷ്യവാസമുള്ളിടത്ത് മനുഷ്യവാസമില്ലാത്തിടത്ത് ഒരുപോലെ മഴ പെയ്യിക്കുന്ന ആ ദൈവത്തെയാണ് ഞാനും നിങ്ങൾ ഇന്ന് രാത്രി ആരാധിക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് വരണ്ടിരിക്കുവാനല്ല, മരുഭൂമിക്ക് സമമായിരിക്കുവാനല്ല, ഭൗതിക നന്മകൾ തരുവാൻ യഹോവ ശക്തി തന്നെയാണ്, ദൈവം ശക്തി തന്നെയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മരുഭൂ പ്രദേശങ്ങൾക്ക് ഒരു വിട പറയുവാൻ പോകുക. ഹല്ലേലൂയ. മരുഭൂ പ്രദേശങ്ങൾ, മരുഭൂമികൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടമായി മാറുവാൻ പോകുക. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും പാർക്കുന്ന ഇടം അതൊരു മരുഭൂമിയാണ്. എന്തുകൊണ്ടെന്നറിയാമോ? എന്റെയും നിങ്ങളുടെയും അകൃത്യങ്ങൾ നിമിത്തമായി. അതുകൊണ്ടല്ലേ ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്.
ആമേ സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. ആമോസ് പ്രവാചക പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാമത് വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമോസ് 4:6. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് തൊട്ട് മുന്നോട്ട് വായിച്ചു. അങ്ങനെയല്ലോ ഇസ്രായേൽ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നത് എന്ന് യഹോവ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. സ്തോത്രം. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ദൈവം ദേശത്തെ ക്ഷാമം അയച്ചു. എന്തുകൊണ്ടെന്നറിയാമോ? അവിടെ ജീവിതത്തിൽ അതിക്രമങ്ങൾ ഉള്ളതുകൊണ്ട്, ദൈവവഴി വിട്ട് മാറിയത് കൊണ്ട്, ഭൗതിക നന്മകളെ സ്തോത്രം ക്ഷാമം അയച്ച് അതിനെ ഹല്ലേലൂയ നശിപ്പിക്കുവാനിടയാത്തുന്നു. ഇവിടെ പറയുന്നു, നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് വായിച്ചതാ, ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. സ്തോത്രം. ശ്രദ്ധിക്കണേ. ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ മനസ്സില്ലാത്തൊരു ജനത ഹല്ലേലൂയ തങ്ങളുടെ ജീവിതത്തിൽ, തങ്ങളുടെ ദേശത്തിൽ, തങ്ങളുടെ തലമുറയിൽ, തങ്ങളുടെ വീട്ടിനകത്ത് ചില സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടും ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ മനസ്സില്ലാത്തൊരു ജനത. സ്തോത്രം. രാത്രി ശ്രദ്ധിക്കണമേ. ചില പ്രതികൂല സാഹചര്യങ്ങൾ വരുന്നതിന് മുന്നമേ ദൈവം ചില മുന്നറിയിപ്പുകൾ നൽകി. ഹല്ലേലൂയ. ആമേ 5-ൽ പരം പ്രാവശ്യങ്ങൾ സ്തോത്രം ആമോസ് പ്രവാചകനിലൂടെ ഇസ്രായേൽ മക്കൾക്ക് ചില മുന്നറിയിപ്പുകൾ കൊടുത്തു. ഹല്ലേലൂയ. ദൈവവഴി വിട്ടുപോയ തലമുറയെ ദൈവഭാഗത്ത് വരുത്തുവാനുള്ള സമയത്തെ കുറിച്ച് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. 5 മുന്നറിയിപ്പിനെയും അവഗണിച്ചപ്പോൾ ആമോസ് പ്രവാചകൻ പറയുന്നു, ഇനി നിങ്ങൾ ദൈവത്തെ എതിരിടുവാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ സ്തോത്രം ദൈവം ഒരു അന്ത്യശാസന കൊടുത്തു. ഹല്ലേലൂയ. ദേശത്ത് ഒരു ക്ഷാമം അയച്ചു. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവ് വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഒന്നാമത് പറഞ്ഞത് ഭക്ഷണത്തിന്റെ ക്ഷാമം. ഹല്ലേലൂയ. ദാരിദ്ര്യം നിങ്ങളുടെ വീട്ടിനകത്തേക്ക് വരുവാനിടയാത്തത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ദൈവത്തിങ്കലേക്ക് തിരിയാത്തത് കൊണ്ട്, ദൈവം പറയുന്ന ഹല്ലേലൂയ വ്യവസ്ഥകൾ അംഗീകരിക്കാത്തത് കൊണ്ട്, ദൈവം പറയുന്ന കാര്യങ്ങളെ ഹല്ലേലൂയ പുറംകാല് കൊണ്ട് ചവിട്ടി മെതിച്ചത് കൊണ്ട്, ഹല്ലേലൂയ ഇവിടെ പറയുന്നു ഭക്ഷണത്തിന്റെ ക്ഷാമം അല്ലെങ്കിൽ അപ്പത്തിന്റെ കുറവ് അതിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയാത്തുന്നു. ഇന്ന് രാത്രി ആരെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി ഹല്ലേലൂയ അപ്പത്തിന്റെ കുറവ് സംഭവിച്ചുകൊണ്ട്, ഭക്ഷണത്തിന്റെ കുറവ് സംഭവിച്ചു ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കിയ ഒരൊറ്റ കാര്യം, ദൈവത്തിങ്കിലേക്ക് തിരിയാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറയുന്നു പല്ലിന്റെ വെടിപ്പും എല്ലായിടങ്ങളും അപ്പത്തിന്റെ കുറവ് വരുത്തിയിട്ട് നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞില്ല. പല്ലിന്റെ വെടിപ്പ്. നാളുകളായി അത് ചവയ്ക്കുവാൻ ആഹാരമില്ല. സ്തോത്രം. പല്ല് വൃത്തികേടായിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പല്ലിനെ വൃത്തികേടാക്കുവാൻ തക്കവണ്ണമുള്ള ഭക്ഷണം അവിടെ ഹല്ലേലൂയ വാക്യകത്ത് ലഭിച്ചില്ല എന്ന് ശ്രദ്ധിക്കണേ. രാത്രിയിൽ ഭക്ഷണത്തിന്റെ ഒരു കുറവ്, അപ്പത്തിന്റെ ഒരു ക്ഷാമം. ഹല്ലേലൂയ. പല്ല് വെടിപ്പായി തന്നെ ഇരിക്കുന്നു. നാളുകളായി ചവയ്ക്കുവാൻ ആഹാരം ലഭിക്കുന്നില്ല. പല്ല് വൃത്തികേടാകാനുള്ള ആഹാരം, ആ ഭക്ഷണം അവന് ലഭിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അപ്പത്തിന്റെ കുറവ്, ആഹാരത്തിന്റെ കുറവ് ഇസ്രായേൽ മക്കൾക്ക് ഹല്ലേലൂയ സ്തോത്രം സംഭവിച്ചിരിക്കുന്നു. എന്നിട്ടും അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല. സ്തോത്രം. ദാരിദ്ര്യത്തിന്റെ ഒന്നാമത്തെ അവസ്ഥയാണ് അപ്പത്തിന്റെ കുറവ്.
അവൻ സ്തോത്രം അപ്പത്തിന്റെ കുറവ് വരുമ്പോഴാണ് ദൈവകൃപ വിട്ട് അവൻ അപ്പത്തിന്റെ ഭവനം വിട്ട് ഹല്ലേലൂയ മോവാബ് ദേശത്തിലേക്ക് പോകുന്നത്. മോവാബ് ദേശത്തിലേക്ക് പോകുമ്പോൾ 3 മരണങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടല്ലേ നബോവി പറയുന്നത്, എന്നെ നിങ്ങൾ ഹല്ലേലൂയ അവൻ സ്തോത്രം മാറ എന്ന് വിളിക്കണം. അവൻ ജീവിതത്തിൽ അപ്പത്തിന്റെ കുറവുകൾ സംഭവിച്ചാൽ ഹല്ലേലൂയ മരണം കയറി വരും. ഒന്നുകൂടെ പറഞ്ഞ കൈപ്പുള്ളവളായി തീരുവാൻ ഇടയാക്കി. ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ ലോകത്തിന്റെ കണക്കിലേക്ക് നോക്കുകയാണ് എങ്കിൽ അവൻ സ്തോത്രം ഹല്ലേലൂയ ഒരു 10 വർഷത്തിൽ ഇപ്പുറം വെച്ച് അവൻ ദാരിദ്ര്യങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പത്തിന്റെ കുറവ്, ഭക്ഷണത്തിന്റെ ക്ഷാമം ഹല്ലേലൂയ അവൻ സ്തോത്രം. ഒരുപക്ഷെ ഞാനും നിങ്ങളൊക്കെ സൊമാലിയിൽ അവൻ ഭക്ഷണ ദാരിദ്ര്യമുണ്ട് എന്ന് ഞാനും നിങ്ങളുടെ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ചവരാണ്. പക്ഷേ ഇന്ന് നമ്മൾ പാർക്കുന്ന ഇടത്ത് പോലും ഭക്ഷണത്തിന് കുറവുകളുണ്ട്. ഹല്ലേലൂയ ഒത്തിരി പേർ ഭക്ഷണത്തിന് വേണ്ടി ഹല്ലേലൂയ ആഹാരത്തിന് വേണ്ടി അവൻ സ്തോത്രം ഹല്ലേലൂയ അവൻ കുറവുള്ളത് കൊണ്ട് നിരവധി പേർ ഭാരപ്പെടുന്നുണ്ട്. അവൻ കിടപ്പാടമില്ലാതെ അവൻ സ്തോത്രം സ്വന്തമായി ഹല്ലേലൂയ അവൻ സ്തോത്രം അധ്വാനിക്കുവാൻ കഴിയാത്ത ഹല്ലേലൂയ നിർദ്ധരായിരിക്കുന്ന ഒരു കൂട്ടം പേർ ഹല്ലേലൂയ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ട് എന്ന സ്തോത്രം. അത് സൊമാലിയിലെ കണക്കല്ല ഞാൻ പറയുന്നത്. ഭക്ഷണത്തിന്റെ ദാരിദ്ര്യം, ഭക്ഷണത്തിന്റെ കുറവ് അവർക്കുണ്ടായി. ഹല്ലേലൂയ ഇപ്പോഴും അവിടെ പല്ല് വൃത്തിയായി തന്നെ ഇരിക്കുന്നു. അതിനർത്ഥം ഹല്ലേലൂയ ചവച്ചരച്ച് തിന്നുവാൻ ഇല്ലാത്തൊരു അനുഭവം യേശുവിന്റെ നാമത്തിൽ. ഭൗതിക നന്മകൾ എപ്പോഴാണ് മുടക്കം സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ അതിക്രമങ്ങൾ പെരുകുമ്പോൾ സ്തോത്രം ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടയാത്തിരും. സ്തോത്രം. ആ അധ്യായത്തിനകത്ത് നാം വായിക്കുമ്പോൾ കാണുന്നത് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. കൃഷിയുടെ നാശമുണ്ട്. ഹല്ലേലൂയ. ഭൂകമ്പമുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ പകർച്ചവ്യാധികൾ, അങ്ങനെ നിരവധി സംഭവങ്ങളെ കുറിച്ച് ആ അധ്യായത്തിനകത്ത് തന്നെ ഉണ്ട്. അതിനെക്കുറിച്ച് വിവരിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ ഹല്ലേലൂയ പോകുവാൻ ആഗ്രഹിക്കുക. ശ്രദ്ധിക്കണമേ. സ്തോത്രം ഹല്ലേലൂയ. അവർ ആശയോടെ ആഗ്രഹത്തോടെ ഹല്ലേലൂയ അവർ ദൈവത്തിന്റെ സന്നിധി വന്നവരാ. പക്ഷെ ദൈവം പറഞ്ഞ വാക്കുകൾ കേൾക്കുവാൻ അവർക്ക് താല്പര്യമില്ല. മാനുഷിക ബുദ്ധികളിൽ പ്രിയം വെച്ചുകൊണ്ട് അവർ ഹല്ലേലൂയ അവർ തീരുമാനമെടുത്തുകൊണ്ട് ദൈവ ഇഷ്ടത്തിന് വിരോധമായി ജീവിച്ച ഒരു തലമുറ ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. അതുകൊണ്ട് അതിക്രമം ചെയ്തപ്പോൾ അവിടെ ഭൗതിക നന്മകൾക്ക് കോട്ടം സംഭവിച്ചു. ദേശത്ത് ക്ഷാമമുണ്ടായി. ഭവനങ്ങളിൽ ദാരിദ്ര്യമുണ്ടായി. ഇന്ന് രാത്രി ദാരിദ്ര്യം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വന്നാൽ സ്വർഗത്തിൽ പറയുന്നു, നിന്റെ ഹല്ലേലൂയ നിന്റെ പല്ലിന്റെ വെടിപ്പും എല്ലായിടത്തും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ പല്ലിന്റെ ഹല്ലേലൂയ വെടിപ്പ് അവൻ സ്തോത്രം ഹല്ലേലൂയ അവൻ സ്തോത്രം നാളുകളായി ചവയ്ക്കുവാൻ ആഹാരം ലഭിച്ചിട്ട് ഹല്ലേലൂയ അവൻ ആഹാരം ലഭിച്ചിട്ട് നാളുകളായി അതുകൊണ്ട് പല്ല് വെടിപ്പോടെ ഇരിക്കുന്നു. പല്ലിന് വൃത്തികേട് വരുത്തുന്ന അവൻ ഒരു ആഹാരവും ഭക്ഷിച്ചിട്ടില്ല എന്നർത്ഥം. ആമേൻ. 1-2 ദിവസമല്ല, നിരവധി ദിവസങ്ങളായി എന്ന്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അടുത്ത് പറയുന്നു വെള്ളത്തിന്റെ ബുദ്ധിമുട്ട്, വരൾച്ച. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഒരിടത്ത് അധികമായി വെള്ളം ലഭിക്കുന്നു, മറ്റൊരിടത്ത് വെള്ളം ലഭിക്കുന്നില്ല. ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ആവശ്യത്തോടെ ഇരിക്കുന്നവര് ദാഹിച്ചിരിക്കുന്ന വെള്ളമില്ല, ഇല്ലാത്തവർക്ക് വെള്ളം അമിതമായിട്ടുണ്ട്. ആമേൻ സ്തോത്രം. ശ്രദ്ധിക്കണമേ. അതിന് പിന്നിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആമേൻ എന്നുടെയും നിങ്ങളുടെയും അതിക്രമങ്ങളാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്തോത്രം ഹല്ലേലൂയ ആമോസ് പ്രവാചക പുസ്തകം 4:12 ഒന്നുകൂടെ വായിച്ചാട്ടെ. 4:12 വായിച്ചാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇസ്രായേലേ 4:12 അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചത് കൊണ്ട് ദൈവം ഇങ്ങനെ പറയുന്നു. ആമേൻ സ്തോത്രം. ഇസ്രായേലേ ഞാൻ നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട്
ഹല്ലേലൂയ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. ഒരു ന്യായവിധിയുടെ ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു ക്ഷാമത്തിന്റെ ദൂത് അതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, മനുഷ്യന്റെ കയ്യിരിപ്പ് നന്നാകാത്തത് കൊണ്ട്, അവൻ ക്രമം കെട്ടവനായി നടന്നുകൊണ്ട്, അതിക്രമമുള്ളത് കൊണ്ട്, സ്തോത്രം, അവൻ ദൈവം പറയുന്ന വാക്കുകളെ കേൾക്കാത്തത് കൊണ്ട്, അവൻ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് ചില അനർത്ഥങ്ങൾ വരുത്തുമെന്ന്. സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ സ്തോത്രം, അവൻ ഹല്ലേലൂയ അവൻ കൃഷി ചെയ്തു, പക്ഷേ കൃഷിയിടങ്ങളൊക്കെ വിളവ് നശിക്കുന്നു. ഹല്ലേലൂയ. അവൻ സ്തോത്രം കൃഷി ചെയ്യുന്ന അവൻ ഹല്ലേലൂയ അവർക്ക് കൃഷി ചെയ്യുന്നു, പക്ഷേ ഉദ്ദേശിച്ച ഫലങ്ങൾ ലഭിക്കുന്നില്ല. അവൻ മനുഷ്യന്റെ അധ്വാനങ്ങൾ വൃഥാവായിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അവൻ നന്നായി കൃഷി ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. നല്ല വിളവെടുപ്പ് ലഭിക്കുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ നോക്കിയാൽ നഷ്ടം നഷ്ടം നഷ്ടം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമാകണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമല്ല എങ്കിൽ ഹല്ലേലൂയ ഒത്തിരി അവൻ നഷ്ടങ്ങൾ സംഭവിക്കും. കൃഷിയിടങ്ങളിൽ അവൻ നഷ്ടമുണ്ടായി. അവൻ ഹല്ലേലൂയ നമുക്കറിയാം. അവൻ സ്തോത്രം, ഇന്ത്യയിൽ നിരവധി കർഷകർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? നിരവധി കർഷകരുടെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവൻ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ അവൻ ആർപ്പോടെ കൊയ്യുമെന്ന് വേദപുസ്തകത്തിൽ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹല്ലേലൂയ ആർപ്പില്ല, വല്ലാത്ത ദുഃഖങ്ങളും വല്ലാത്ത കണ്ണുനീരും മാത്രം. എന്തുകൊണ്ടെന്ന് അറിയാമോ? അവൻ ഉദ്ദേശിച്ചത് കൃഷി ഇറക്കിയിട്ട് അവന് ഹല്ലേലൂയ ഉദ്ദേശിച്ചത് വിളവ് ലഭിക്കുന്നില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ നിരവധി യുദ്ധങ്ങൾ, നിരവധി പകർച്ചവ്യാധികൾ ഹല്ലേലൂയ കണ്ട് നമ്മൾ ഇതുവരെ അവൻ കേട്ടിട്ടില്ലാത്ത, അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില പ്രതികൂല സാഹചര്യം കടന്നു വരികയാണ്. ദിവസങ്ങളിലേക്ക് ഹല്ലേലൂയ അമേരിക്കയുടെ പ്രദേശത്ത് ഒരു തീ, ഒരു കാട്ടുതീ പടർന്നു പന്തലിക്ക് വേണ്ടിയെത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് അവൻ സ്തോത്രം. ഹല്ലേലൂയ. അമേരിക്ക അവൻ സ്തോത്രം നിരവധി ജീവിതങ്ങളെ അനാഥമാക്കുവാൻ ഇടയാത്തുന്നു. സ്തോത്രം. ഏക്കർ കണക്കിന് വസ്തുക്കൾ വെന്തെരിഞ്ഞു പോകുവാൻ ഇടയായിത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും മനോഹരമായിരിക്കുന്ന ദേശം. ഹല്ലേലൂയ. സ്തോത്രം. അവൻ മാസങ്ങൾക്ക് മുമ്പ് അവൻ ശക്തമായൊരു മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് ഹല്ലേലൂയ ഒത്തിരി പച്ചപ്പുകളൊക്കെ ഇങ്ങനെ ഹല്ലേലൂയ വൃക്ഷങ്ങളും വൃക്ഷലതാദികളും എല്ലാം അവൻ പച്ചയോടെ ഹല്ലേലൂയ പുഷ്ടിയോടെ ആരോഗ്യത്തോടെ നിന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഹരിത ഭംഗിയെ ഓർത്ത് ഒത്തിരി പേർ അവൻ സന്തോഷിച്ചു. പക്ഷേ ഒരു കാട്ടുതീ വന്ന് ഹല്ലേലൂയ പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു കാട്ടുതീ വന്ന് ആ പച്ചപ്പുകളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അവൻ സ്തോത്രം. അമേരിക്കയുടെ പ്രദേശത്ത് അതവൻ സമ്പൽ സമർത്ഥമായിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഹല്ലേലൂയ. ബാഴ്സലോണിയ. ഹല്ലേലൂയ. അതോടെ പ്രദേശത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രദേശങ്ങളിലേക്ക് ഹല്ലേലൂയ അത് വല്ലാത്ത പ്രതിസന്ധി കടന്നു വരികയാണ്. സ്തോത്രം. അവൻ യുദ്ധത്തിലുണ്ടായിരിക്കുന്ന അവൻ സ്തോത്രം നാശത്തേക്കാൾ ഉപരിയായി അവൻ തീ കൊണ്ടുപോയി എന്ന്. ഹല്ലേലൂയ. ആ തീയുടെ അവൻ സ്തോത്രം അനുഭവം നിമിത്തമായി ഒത്തിരി പേർ ഭൂമിയിൽ മാറ്റപ്പെട്ടു പോയി. ആഡംബരമായി ഹല്ലേലൂയ അവൻ മനുഷ്യൻ അഹങ്കാരികളായി അവൻ ദൈവത്തെ പോലും അവൻ സ്തോത്രം തിരിച്ചറിയുവാൻ കഴിയാതെ, ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ അതിക്രമങ്ങൾ പെരുകിയപ്പോൾ, പാപങ്ങൾ പെരുകിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഞാൻ ഭൂമിയെ ശുദ്ധീകരിക്കുമെന്ന്. എന്തുകൊണ്ട് അറിയാമോ? ശുദ്ധീകരിക്കാൻ തീ കൊണ്ട് ആകാശത്തെയും ഭൂമിയും ശുദ്ധീകരിക്കുമെന്ന്. ഇന്ന് രാത്രി കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുക. തീ കൊണ്ട് ആകാശത്തെയും ഭൂമിയും കർത്താവ് ശുദ്ധീകരിക്കുക. അത് അമേരിക്ക പ്രദേശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് താമസമില്ല. അത് നമ്മുടെ അടുക്കലേക്ക് വരുവാൻ ഇടയാത്തിന് വക്ഷാത്തം പെരുകിയത് കൊണ്ട്, പാപം പെരുകിയത് കൊണ്ട് ഹല്ലേലൂയ മനുഷ്യനെ ഹല്ലേലൂയ സ്നേഹിക്കാത്തവരായി അവൻ ഭർത്താവിന് ഭാര്യയെ വേണ്ട, ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ വേണ്ട, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ വേണ്ട. അവൻ ആവശ്യത്തിന് കാശുകളുണ്ട്, എല്ലാവരും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അവർ അവൻ സ്തോത്രം ഹല്ലേലൂയ സ്വന്തം പണപ്പെരുപ്പത്തിനകത്ത് ആർഭാടമായ ജീവിതങ്ങൾ നയിച്ചു മുൻപോട്ട് പോകുന്നത്. പക്ഷെ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ ഒരു തീക്കകത്ത് ഒരു കാട്ടുതീ വന്ന് അവൻ ആ ദേശത്തെ മുഴുവനും പടർന്ന് പന്തലിച്ച് പിടിച്ച് ഹല്ലേലൂയ അഗ്നിക്കിരയാക്കി തീർത്തുവെങ്കിൽ ഇന്ന് രാത്രി അല്ലയോ മനുഷ്യ, അല്ലയോ സ്നേഹിത, അല്ലയോ സുഹൃത്തെ, ഇന്ന് രാത്രി ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നിങ്ങൾക്ക് ആഹ്വാനം ചെയ്യുക. കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. സ്തോത്രം. ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ അവൻ സ്തോത്രം ഹല്ലേലൂയ സിനിമ പ്രവർത്തകർ താമസിക്കുന്ന സ്ഥലം, ആർഭാടമായ ജീവൻ നയിക്കുന്നവർ, അത് ബഹുനില കെട്ടിടങ്ങൾ, സ്തോത്രം ആർഭാടമായ എല്ലാ ജീവിതങ്ങളും നയിക്കുന്നവർ. പക്ഷേ ഹല്ലേലൂയ
അതെല്ലാം അഗ്നി വിഴുങ്ങിക്കൊണ്ടുപോയി. ഇന്ന് രാത്രി നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ശക്തിയോ ഹല്ലേലൂയ നമ്മുടെ സമ്പത്തിലോ ഞാൻ നിങ്ങൾ ആശ്രയിക്കരുത്. ദൈവത്തിങ്കിലേക്ക് ഇന്ന് രാത്രി തിരിയുവാൻ, ദൈവത്തിങ്കിലേക്കൊന്ന് തിരിയുവാൻ, ദൈവത്തെ ഒന്ന് എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ആമോസിലൂടെ വിളിച്ചു പറയുക, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 5 പ്രാവശ്യം മുന്നറിയിപ്പുകൾ കൊടുത്തു. 5 പ്രാവശ്യവും ആ മുന്നറിയിപ്പുകളെ സ്തോത്രം അവഗണിച്ചതിന്റെ പേരിൽ സ്തോത്രം ഹല്ലേലൂയ ഇന്ന് അവൻ കടക്കാരങ്ങൾ നഷ്ടപ്പെട്ട്, അവൻ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ട്, അവൻ ചില പകർച്ചവ്യാധികളും ഹല്ലേലൂയ ചില പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അനുഭവം ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ സ്തോത്രം പർവ്വതങ്ങൾ ഹല്ലേലൂയ അവൻ കുന്നുകൾ അത് അവന് വല്ലാത്ത രീതിയിൽ അത് അവൻ മൊട്ടക്കുന്നുകളായി മാറുവാൻ ഇടയാത്തുന്നു. അതിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അവൻ ദാവീദ് പറയുക 65-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 12-13 വേദഭാഗങ്ങളിൽ മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു, മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് ഹല്ലേലൂയ മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്തു. ഹല്ലേലൂയ മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു എന്ന്. അവ കൃഷിയില്ലാത്ത മരുഭൂമി, ഹല്ലേലൂയ മഴ നനഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ആടുമാടുകൾക്ക് ആവശ്യമുള്ള പുല്ല് മുളപ്പിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ ഒരു ആടുമാടുകൾക്ക് പോലും അവൻ തക്ക സമയത്ത് തീനി എത്തിച്ചു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. അത് മനുഷ്യ നിർമ്മിതമായ പുല്ലല്ല, ദൈവത്താൽ മുളച്ചു വരുന്ന പുല്ലുകൾ. മരുഭൂമിക്കകത്ത് ഹല്ലേലൂയ സ്വർഗത്തിൽ ആടുമാടുകൾക്ക് വേണ്ടി അവൻ തീറ്റിക്ക് വേണ്ടി അവർക്ക് ഭക്ഷിക്കുവാൻ ഹല്ലേലൂയ മുള്ള് അവൻ സ്തോത്രം ഹല്ലേലൂയ പുല്ല് മുളപ്പിച്ചു വരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ മനുഷ്യവാസം അവൻ ഉള്ളിടത്ത് മനുഷ്യവാസമില്ലാത്തിടത്ത് ഒരുപോലെ ഹല്ലേലൂയ മഴയെ നൽകി മരുപ്രദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ അവൻ സ്തോത്രം. രണ്ടാമത് പറയുന്നു അവൻ ഹല്ലേലൂയ കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. സ്തോത്രം. ഇന്നലകളിൽ കുന്നുകൾ അത് വെറും അവൻ സ്തോത്രം പൊട്ടക്കുന്നുകൾ. ഹല്ലേലൂയ ഇന്ന് രാത്രി ആ പൊട്ടക്കുന്നുകൾ ആഹ്ലാദിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ അവൻ സ്തോത്രം ഹല്ലേലൂയ ആഹ്ലാദമാകുന്ന സ്തോത്രം അരക്കച്ച ധരിച്ചുകൊണ്ട് ഉണങ്ങി വരേണ്ട കുന്നുകൾ അത് പച്ചപ്പടർപ്പ് കൊണ്ട് പുഞ്ചിരിക്കുവാടിയാത്തുന്നു. അതിന് പുല്ല് സമൃദ്ധിയെ കാണിക്കുക. ഇന്ന് രാത്രി പുല്ല് സമൃദ്ധിയായി ഹല്ലേലൂയ വളരുവാൻ തക്കവണ്ണം ഒരു മേച്ചിൽപ്പുറമായി ആട്ടിൻകൂട്ടത്തെ കൊണ്ട് ഹല്ലേലൂയ നിറയുവാൻ പോകുക. അപ്പൊ മനുഷ്യന്റെ കാഴ്ചയിൽ അതൊരു പൊട്ടക്കുന്നാണ്. ഹല്ലേലൂയ അത് കുന്നുകളാണ്, കുന്നിൻ പ്രദേശമാണ്, ജനവാസമില്ലാത്തിടത്ത് ഹല്ലേലൂയ ആട്ടിൻ പറ്റങ്ങളെ കൊണ്ട് സ്വർഗം നിറയ്ക്കുവാൻ പോകുന്നത് ഇന്ന് രാത്രി. ഹല്ലേലൂയ ആട് എന്ന് പറയുന്നത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ആ ദൈവത്തെ അറിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ആട് എന്ന് പറയുന്നത് അവന്റെ സമ്പദ്ഘടനയാണ് കാണിക്കുന്നത്, അവന്റെ സമ്പത്തിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവൻ ലോകത്തിലെ ധനാഢ്യന്മാർ ഹല്ലേലൂയ അവർ ആട്ടിൻ പറ്റങ്ങളുള്ളവരാണ്, ആട്ടിൻ കൂട്ടമുള്ളവരാണ്. ഹല്ലേലൂയ അവരെ ധനവാന്മാരുടെ ലിസ്റ്റിൽ പെടുത്തുന്നത്. സ്തോത്രം. പൊട്ടക്കുന്നിൽ ആട്ടിൻ കൂട്ടത്തെ നൽകുന്ന കർത്താവ്. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എവിടെയാ ആട്ടിൻകൂട്ടങ്ങളെ പറയുന്നത്? പൊട്ട പുല്ല് മുളയ്ക്കെന്ന് പറയുന്നിടത്ത് കുന്നിന്റെ മുകളിൽ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് തരുന്ന കർത്താവ് ഇന്ന് രാത്രി. ഹല്ലേലൂയ ആമേൻ. ദൈവമേ സ്തോത്രമായി എന്നോട് നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിൽ പറയാ ചില ആട്ടിൻകൂട്ടങ്ങളെ നൽകി ഹല്ലേലൂയ നിങ്ങളുടെ വീട്ടിനകത്ത് നിറയ്ക്കുവാൻ പോകുക. ചില നന്മകളെ നിങ്ങളുടെ വീട്ടിനകത്ത് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മേച്ചിൽപ്പുറങ്ങൾ മേയുവാനുള്ള ആടുകൾക്ക് മേയുവാനുള്ള തീന നിന്റെ വീട്ടിനകത്തുണ്ടെന്ന് അനർത്ഥം. ഹല്ലേലൂയ നീ ദരിദ്രനല്ല, നീ അവരെ കയ്യിൽ ജീവിക്കേണ്ടവനല്ല, നീ ഒരു ദാസനായിട്ടല്ല ഒരു യജമാനാക്കി മാറ്റുക എന്റെ ദൈവം വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി പറ കർത്താവിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്റെ കുന്നുകൾക്കിടയിൽ ആട്ടിൻ പറ്റങ്ങളെ കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത് താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. സ്തോത്രം. താണ പ്രദേശത്തുള്ള വയലുകൾ സ്തോത്രം ധാന്യത്താൽ നിറയുന്നു. ആടുകളും ധാന്യവും
ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇവ നമുക്കായി നൽകുന്ന ദൈവത്തെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. പ്രകൃതിയുടെ ഹല്ലേലൂയ ആമേൻ സംഗീത വളരെ ശ്രദ്ധിക്കണമേ. ഒരു കാറ്റടിക്കുമ്പോൾ താഴ്വരയിൽ നിൽക്കുന്ന ഹല്ലേലൂയ ആമേൻ സ്തോത്രം നെൽക്കതിരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയാണ്. സ്തോത്രം. അതൊരു പ്രത്യേക സംഗീതം പുറപ്പെടുവിക്കുക. ഹല്ലേലൂയ. എന്ത് സംഗീതം അറിയാമോ? നമ്മ ദൈവ ചെറുപകാരങ്ങൾ കൊത്തപ്പെടാം. ദൈവത്തെ കരങ്ങൾ തട്ടി അനുഗ്രഹത്തോടെ ദൈവത്തെ അനുഗ്രഹിച്ച ദൈവം അനുഗ്രഹിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഹല്ലേലൂയ അവൻ താഴ്വരയിലെ അവൻ ഹല്ലേലൂയ നെൽക്കതിരുകൾ ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ ഇന്ന് രാത്രി പറ അവൻ സ്തോത്രം ഹല്ലേലൂയ മന്ദമാരുതന്റെ ഹല്ലേലൂയ അവൻ സ്തോത്രം ഹല്ലേലൂയ അവൻ കാറ്റ് ഹല്ലേലൂയ ആഞ്ഞടിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ സ്തോത്രം അവൻ ഹല്ലേലൂയ അവൻ സ്തോത്രം നദികളാകട്ടെ കാട്ടരുവികളാകട്ടെ ഹല്ലേലൂയ അവൻ എല്ലാ അവൻ സ്തോത്ര ശബ്ദങ്ങൾ മുഴക്കി ഹല്ലേലൂയ ദൈവത്തെ നന്ദി പറയുക, ദൈവത്തെ ആരാധിക്കുക. ഇന്ന് രാത്രി പറ ഹല്ലേലൂയ പ്രകൃതി പോലും ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം സ്തുതിക്കുമ്പോൾ അല്ലയോ മനുഷ്യ ഞാനും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുവാൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നിങ്ങൾ തയ്യാറാണോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ ഒരു അടയാളമായി ദൈവത്തിന്റെ ഒരു അടയാളമായി ഞാൻ നിങ്ങൾ മാറുവാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഹല്ലേലൂയ എത്ര പേർക്ക് ദൈവത്തിന്റെ ഒരു അടയാളമായി ജീവിക്കണം? ഹല്ലേലൂയ. ദേശത്ത് ദൈവത്തിന്റെ ഹല്ലേലൂയ അടയാളമായി നിങ്ങൾ മാറുവാൻ പോകുക. ഇന്നലകളിൽ ഹല്ലേലൂയ ദരിദ്രം എന്ന് പറഞ്ഞവർ, ഇന്നലകൾ എന്നെ കുറ്റം പറഞ്ഞവർ, ഇന്നലകൾ ഹല്ലേലൂയ അവൻ എന്നെ നിങ്ങളെ അവൻ മാനിക്കാത്തവരുടെ ഇടയിൽ സ്വർഗം പറയുക നിങ്ങൾ ഹല്ലേലൂയ എന്റെ അടയാളമായി ദേശത്ത് പാർക്കുവാൻ പോകുക. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഒരു അടയാളം മാറേണ്ടത് ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ അടയാളമേ മാറുവാൻ നിങ്ങളെ ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. അല്ലയോ സഭേ ഇന്ന് രാത്രി അവൻ ഉയർത്തിനെറ്റുക അവൻ ഉണർന്നുക. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ദൈവത്തിന് ഒരു അടയാളമായി മാറുവാൻ പോകുക. സ്തോത്രം. യോസഫ് ഒരു സ്വപ്നം കണ്ടു. സ്തോത്രം. യോസഫിന്റെ കറ്റ നിവർ നിൽക്കുന്നു. തന്റെ സഹോദരന്മാരുടെ കറ്റകൾ സ്തോത്രം നിങ്ങൾക്കറിയത്തില്ലേ? യോസഫിന്റെ കറ്റ മാത്രം നിവർ നിൽക്കുന്നു. ശ്രദ്ധിക്കണേ, നമ്മുടെ വയലുകളിൽ ഞാറ് നടുമ്പോൾ ആ ഞാറ് വേരിറങ്ങി വെള്ളവും വളവും വലിച്ചെടുത്ത് അത് ഉറപ്പോടെ നിൽക്കും. സ്തോത്രം. പ്രശ്നം ഏത് പ്രതിസന്ധി വന്നാലും അത് തകർന്നു പോകുകയില്ല. അത് ഞാറിന്റെ പണി അങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ യോസഫ് ഞാറല്ല, കറ്റയാണ്. സ്തോത്രം. അതിനർത്ഥം അരിവാൾ, ആ ഞാറിൽ അരിവാൾ കൊണ്ട് കൊയ്തെടുത്ത കറ്റ, ഒരു കൂട്ടം കറ്റയെ കയറുകൊണ്ട് കെട്ടി വെച്ചിരിക്കുന്ന കറ്റക്കൂട്ടം. കറ്റക്കൂട്ടം ഒരിക്കലും നിവർ നിൽക്കത്തില്ല. നിവർ നിൽക്കുന്ന ഞാറ് മാത്രമാണ് നിവർ നിൽക്കുന്നത്. സ്തോത്രം. അപ്പന്റെയും അമ്മയുടെയും സ്തോത്രം സംരക്ഷണയിൽ നിൽക്കുന്ന ഹല്ലേലൂയ സഹോദരന്മാർ, യോസഫിന്റെ സഹോദരന്മാരാണ് നിവർ നിൽക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം അവരാരും നിവർ നിന്നില്ല. നിവർ നിന്ന് ആരെന്നറിയാമോ? സ്തോത്രം. യോസഫ്. എന്തുകൊണ്ടെന്നറിയാമോ? ഹല്ലേലൂയ. യോസഫിന്റെ ബന്ധം മണ്ണിലല്ല, മണ്ണിൽ ബന്ധമുണ്ടായിരുന്ന യോസഫിന്റെ സഹോദരന്മാർ. ഹല്ലേലൂയ. സ്തോത്രം. അവർക്ക് ഹല്ലേലൂയ മണ്ണിലെ ബന്ധങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ അവർക്ക് നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല. അവരെല്ലാം ഭൂമിയിൽ വീണ് കിടക്കുവാൻ ഇടയാത്തുന്നു. എന്നാൽ യോസഫ് ഹല്ലേലൂയ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ഇല്ലാത്തവൻ. സ്തോത്രം. മാതാവും പിതാവും അവന്റെ ബന്ധത്തെ വിട്ടു പോയി. സ്തോത്രം. സഹോദരന്മാരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. സകല മണ്ണുമായിട്ടുള്ള ബന്ധങ്ങൾ പോയി. പക്ഷേ നീ എഴുന്നേറ്റ് നിൽക്കും.
ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്തോത്രം മറ്റാരുടെയും സപ്പോർട്ട് ഇല്ലാതെ ഹല്ലേലൂയ നിനക്ക് വേരുകളില്ല, അവൻ വെള്ളമെടുക്കുവാൻ കഴിയുകയില്ല, വളമെടുക്കുവാൻ കഴിയുകയില്ല. പക്ഷേ ഹല്ലേലൂയ വേരില്ലാത്തവൻ പകുതി വെച്ച് അരിവാൾ കൊണ്ട് അവൻ കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷേ സ്വർഗം പറഞ്ഞ നിനക്ക് വേര് വേണ്ട, നിനക്ക് ഒരു താങ്ങും തണലും വേണ്ട, അപ്പന്റെ ആദരവ് വേണ്ട, അമ്മയുടെ ആദരവ് വേണ്ട, സഹോദരന്മാരുടെ ആദരവ് വേണ്ട. നീ എന്നെ മാനിക്കുന്നവനാണ് എങ്കിൽ നിനക്കൊരു ദർശനം നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രി അവൻ ദൈവത്തിന്റെ ദർശനത്വമാണ്, ദൈവഹിതത്വമാണ്. യോസഫ് ജീവിക്കുകയാണ് എങ്കിൽ ഹല്ലേലൂയ അവന്റെ വേരുകൾ മണ്ണിലെങ്കിലും സ്വർഗമായിട്ട് ബന്ധമുണ്ട് എങ്കിൽ അവന്റെ കറ്റകൾ നിലനിൽക്കുവാനായിട്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ മണ്ണിലുള്ള ബന്ധങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗീയ പിതാവിന്റെ ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന അല്ലയോ സഹോദര, അല്ലയോ സഹോദരി, ഇന്ന് രാത്രി സ്വർഗം പറയുക ഈ ഭൂമിയിലുള്ള സകല ബന്ധങ്ങളും നിന്നെ വിട്ടുപോയാലും ദൈവത്തിന്റെ ബന്ധം നിന്നെ വിട്ടു മാറുകയില്ല. മണ്ണുമായിട്ടൊരു ബന്ധമുണ്ട്. എത്ര വളർന്നാലും മണ്ണിന്റെ ബന്ധം വിടുകയില്ല. സ്തോത്രം. മണ്ണിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് വേണ്ടുന്നതെല്ലാം നെൽച്ചെടി ശേഖരിച്ച് അത് ഫലബുദ്ധിയോട് വളർന്നു നിൽക്കുന്നു, അത് നിവർന്നു നിൽക്കുന്നു. ലോകത്തിന്റെ കണ്ണിൽ അവൻ സ്തോത്രം യോസഫിന്റെ സഹോദരന്മാർ ഫലബുദ്ധിയോടെ നിലനിൽക്കുന്നു. പക്ഷേ തഴച്ചു വളർന്നു, ഫലബുദ്ധിയോടുന്നു. പക്ഷേ എങ്കിലും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവൻ യോസഫിന്റെ കെട്ട കൂട്ടങ്ങൾ നിലനിൽക്കുവാൻ ഇടയാക്കുന്ന സ്തോത്രം. ചില കഷ്ടതകൾ, ചില പ്രതിസന്ധികൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഒരു പരിശോധനയായിരുന്നു. ആ പരിശോധന കഴിഞ്ഞപ്പോഴേക്കും യോസഫിന്റെ കറ്റക്കൂട്ടങ്ങൾ നിലനിൽക്കുവാൻ ഇടയാക്കുന്ന സ്തോത്രം. ആമേ സ്തോത്രം. പാനപാത്രവാഹന അറിയത്തില്ല. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ്. കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു യോസഫ് ഹല്ലേലൂയ ഇസ്രായേൽ ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ ആർക്കും അവനെ അറിയത്തില്ല. ഹല്ലേലൂയ. ആമേ സ്തോത്രം. അപ്പക്കാരുടെ പ്രമാണികൾക്ക് അറിയത്തില്ല, പാനപാത്രവാഹകർക്ക് അറിയത്തില്ല. ആമേ പക്ഷേ ഹല്ലേലൂയ സ്വർഗ്ഗം ആമേ സ്തോത്രം. ഹല്ലേലൂയ അവനെ ആമേ സ്തോത്രം രാജാവിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്നെ മാനിക്കാത്തവരുടെ ഇടയിൽ നിന്നെ മാന്യതയോടെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഹല്ലേലൂയ ആ ദൈവത്തെ ആവശ്യമുണ്ട്? ആ ദൈവത്തോട് കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. അവൻ ജ്യേഷ്ഠന്മാർക്ക് എന്നെ വേണ്ട, ഹല്ലേലൂയ പ്രൈസോ മറ്റാർക്കും എന്നെ വേണ്ട, പക്ഷേ ദൈവത്തിന് ഹല്ലേലൂയ പ്രൈസ് എന്നെ ആവശ്യമുണ്ട് എന്ന് ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ സ്തോത്രം. ഹല്ലേലൂയ ഫലപ്രദമായ ഒരു ജീവൻ നയിക്കുവാൻ തക്കവണ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കുറിച്ച് ഹല്ലേലൂയ കരുതി വെച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അത് മരുഭൂമിയിൽ ഹല്ലേലൂയ അവൻ സ്തോത്രം ചില പുൽപ്പുറങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പുൽത്തകിടിയാണ്. ആ പുൽത്തകിടിയുടെ പ്രത്യേകത ആടുമാടുകൾ ഉള്ളൊരു പ്രദേശം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. കൃപ കൃപ കൃപ. ആടുകളും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അവയെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ അവ എത്ര പേർക്ക് ദൈവികമായ അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രി വേണം? ഇന്ന് രാത്രി കർത്താവേ എന്റെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ വേണമെന്ന് ഹല്ലേലൂയ പ്രതീക്ഷയോടെ പ്രതീക്ഷ അറ്റപ്പെട്ടിരിക്കുവാനല്ല, പ്രതീക്ഷയോടെ ഇരിക്കും. സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു രാത്രിയെ മാറേണ്ടതിന് ഏൽപ്പിച്ചുകൂടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാപ്രവചന പുസ്തകം 35-ാം അധ്യായം അതിന്റെ 1-2 ഭാഗം വായിച്ചാട്ടെ. യെശയ്യാപ്രവചന പുസ്തകം 35-ന്റെ 1-2 ഭാഗം വേഗത്തിൽ വായിച്ചാട്ടെ. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പരനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോന്റെ മഹത്വം കർമ്മേലിന്റെയും ശാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വം നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും. പ്രൈസ് ദി ലോർഡ്. മരുഭൂമി വരണ്ട നിലവും ആനന്ദിക്കും. ഇന്ന് വരണ്ട് ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ ആനന്ദമില്ലാതെ, സന്തോഷമില്ലാതെ, പൂക്കുവാനും കായ്ക്കുവാനും ഇല്ലാത്ത അനുഭവത്തിൽ ഉല്ലാസം നഷ്ടപ്പെട്ട്
ഉറച്ച് സംസാരിക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ ഇന്ന് ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തെ ദൈവം പറയുന്നു, യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും അവർ കാണുമെന്ന്. സ്തോത്രം. എന്താണ് ലെബനോൻ? ലെബനോൻ എന്ന വാക്കിനർത്ഥം മഹത്വം എന്നാണ്. അവിടെ ഷാരോൺ എന്ന വാക്കിനർത്ഥം ഫലസമൃദ്ധി എന്നാണ്. കർമ്മേൽ എന്ന വാക്കിനർത്ഥം ശോഭ അല്ലെങ്കിൽ തിളക്കമെന്നാണ്. സ്തോത്രം. കർമ്മേൽ ഹല്ലേലൂയ അത് ശോഭയാണ്, അതൊരു തിളക്കമാണ്. സ്തോത്രം. ശത്രുക്കൾ ഹല്ലേലൂയ മനോഹരമായ സ്തോത്രം ലെബനോനെ നശിപ്പിച്ചു കളഞ്ഞു. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ ലോകത്തിലെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ലെബനോനെ ശത്രുക്കളൊക്കെ നശിപ്പിക്കണം. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മശിഹാ ഭരണത്തിൽ ഹല്ലേലൂയ ആ ദേശം വീണ്ടും മഹത്വമുള്ളതായി തീരുമെന്ന്. ഹല്ലേലൂയ ലെബനോന്റെ മഹത്വം മറ്റൊന്നുമല്ല, അതിലുള്ള കേദാർ വൃക്ഷങ്ങളാണ് ലെബനോന്റെ മഹത്വം. ഷാരോൺ കർമ്മേൽ പർവ്വതത്തിന്റെ തെക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം. അത് സമൃദ്ധിയുടെ മനോഹരതയുടെയും ഒരു സ്ഥാനമായിരുന്നു. സ്തോത്രം. യോർദാന്റെ കിഴക്ക് ഹല്ലേലൂയ അവൻ ബാശാന്റെ അതിർത്തിയിൽ മറ്റൊരു ഷാരോൺ ഉള്ളതായിട്ടും പറയുന്നുണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കണമേ, വളരെ ഫലസമൃദ്ധമായിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അതിന് ഞെരുക്കവും ശാപവും മാറി എല്ലായിടവും അവർ സ്തുതി സ്തോത്രങ്ങൾ കൊണ്ട് മാറ്റൊലി കേൾക്കുവാൻ പോകുക. ഇന്ന് രാത്രി ഹല്ലേലൂയ ഞെരുക്കങ്ങൾ മാറുമ്പോൾ, ഹല്ലേലൂയ കഷ്ടതകൾ മാറുമ്പോൾ, പ്രതിസന്ധികൾ മാറുമ്പോൾ ഇതുവരെ കേൾക്കാത്തൊരു സന്തോഷ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷങ്ങൾ നിന്റെ കൂടാരത്തിനകത്ത് കേൾക്കുവാൻ പോകുക. അത് ദുഃഖത്തിന്റെ വാക്കുകൾ കേട്ട് മരണത്തിന്റെ ഹല്ലേലൂയ പാട്ടുകൾ പാടി ഹല്ലേലൂയ വിലാപത്തിന്റെ പാട്ടുകൾ പാടി ജീവിച്ച വ്യക്തിത്വമേ, ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവം തക്ക സമയത്ത് ലഭിക്കുന്ന മഴ ഭൂമിയെ അത്യന്തം പുഷ്ടിയുള്ളതാക്കി മാറ്റുന്നു. ഇന്ന് രാത്രി തക്ക സമയത്ത് സ്വർഗം ഒരു മഴയെ അയക്ക്. മുൻമഴയായും പിന്മഴയായും അതിന്റെ പുറമാകുവാൻ തക്കമഴ, അനുഗ്രഹത്തിന്റെ മഹാമാരി, ആ മഹാമഴ ഇന്ന് രാത്രി പെയ്തിറങ്ങുക. ഈ 2025 ഇതിന്റെ കൂടാരങ്ങളിലേക്ക്, ഇതിന്റെ ദേശങ്ങളിലേക്ക്, മരുഭൂമിയിലേക്ക് ദൈവം ഹല്ലേലൂയ തക്ക സമയത്ത് മഴയെ നൽകി ഭൂമിയെ അത്യന്തം പുഷ്ടികളാക്കി മാറ്റുവാൻ ഹല്ലേലൂയ ദൈവം അവർ ഒരുക്കുക. നിന്റെ ധാന്യങ്ങൾ വിളയുവാൻ പോകുന്നു. നിന്റെ ധാന്യങ്ങൾ വിളയുവാൻ പോകുന്നു. ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ അവരുടെ ധാന്യ പുരകൾ ഹല്ലേലൂയ ഇതിന്റെ ഭാണ്ഡശാലകൾ ഹല്ലേലൂയ അവർ ഒന്നുമില്ലാത്ത അനുഭവത്തിൽ വറ്റ് വരണ്ടു പോയിരിക്കുന്നു. ഹല്ലേലൂയ അവ കഴിക്കുവാൻ ആഹാരമില്ല. പല്ല് വെളുത്തു തന്നെ ഇരിക്കുന്നു. പല്ലിനെ ഹല്ലേലൂയ കേടുവരുത്തുവാൻ തക്കവണ്ണം ആഹാരം കഴിച്ചിട്ട് വർഷങ്ങളായി. പക്ഷേ സ്വർഗത്തെ പറയാ മുൻമഴയാലും പിന്മഴയാലും തക്ക സമയത്ത് അല്ല മഴ ഭൂമിയെ അത്യന്തം പുഷ്ടികളാക്കി മാറ്റുന്നു എന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ധാന്യങ്ങൾ വിളയണം. ഹല്ലേലൂയ ഉഴവു ചാലുകൾ ഇന്ന് രാത്രി നനഞ്ഞു വരണം. ഹല്ലേലൂയ അവര് വറ്റു വരണ്ടു കിടക്കുന്ന ഉഴവു ചാലുകൾ ഇന്ന് രാത്രി മഴ നിമിത്തമായി അത് നനഞ്ഞു വരണം. അത് വരണ്ടിരിക്കുന്ന വ്യക്തിത്വമേ, അവർ രോഗത്തിന്റെ പേരിൽ മുറിവേറ്റ് വരണ്ടിരിക്കുന്നു. അവർ സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ലായ്മകൾ വറ്റു വരണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിന്റെ നദി ഇന്ന് രാത്രി പെയ്തിറങ്ങുക. അവർ ദൈവം അയക്കുന്ന മഴ നിമിത്തമായി ഉഴവു ചാലുകൾ നനയുകയാണ്. ഹല്ലേലൂയ ഇന്ന് രാത്രി ഉഴവു ചാലുകൾ നനയുമ്പോൾ കട്ടകൾ ഉടയുക. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അത് പ്രതിസന്ധിയാകുന്നില്ല കട്ടകൾ, രോഗമാകുന്നില്ല കട്ടകൾ, അവൻ സാമ്പത്തികമോ ദാരിദ്ര്യമാകുന്നില്ല കട്ടകൾ, എന്റെ ഭാവ തലമുറകളെ നശിപ്പിക്കുന്ന ചില കട്ടകൾ. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ വിളവുകളെ നശിപ്പിക്കുന്ന ചില കട്ടകൾ. ഹല്ലേലൂയ ഇന്ന് രാത്രി മഴ നിമിത്തമായി അത് ഉടയുകയാ. ഇന്ന് രാത്രി ഉടയുകയാ. പരിശുദ്ധാത്മനാഥി ഇന്ന് രാത്രി ഇറങ്ങി വരികയാ. നിന്നെ നനയ്ക്കുവാൻ വരികയാ. കരങ്ങളെ തട്ടി ആ ദൈവത്തെ സ്വീകരിക്കുക. ഒരു മഴയെ സ്വീകരിക്കുക. ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ തക്ക സമയത്ത് ദൈവം ഒരു മഴ അയക്കുക. ഹല്ലേലൂയ ഉഴവു ചാലുകൾ. ഹല്ലേലൂയ ആ ഉഴവു ചാലുകളിലൂടെ ഹല്ലേലൂയ ആ ചാലുകളിലൂടെ ആ വെള്ളം
ഇങ്ങനെ കൈവരുകയാ ഇന്ന് രാത്രി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന വെള്ളത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന മഴയ്ക്ക് വേണ്ടി നിന്റെ അടുക്കലെത്തുവാൻ തക്കവണ്ണം നീ ഒരു സ്പേസ് ഒരുക്കിക്കൊണ്ട് ഇന്ന് രാത്രി ഒരുക്കിക്കൊടുക്കുക. ഹല്ലേലൂയ. അടുത്തവന്റെ കണ്ടത്തിലല്ല പോകേണ്ടത്, നിന്റെ കണ്ടത്തിനകത്ത് നിന്റെ വീട്ടിനകത്തേക്ക് ഹല്ലേലൂയ ആ വെള്ളം ഇറങ്ങി വേണ്ടത്. സ്തോത്രം. ഒരു സമയം ഉഴവ് ചാൽ നനയുവാൻ പോകുക. അവ വരണ്ടിരിക്കുക. ഈ ഒരു നന്മയില്ല. ഇനി ഹല്ലേലൂയ വരക്ഷണ ദിനങ്ങളാണ്, ക്ഷാമമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും രാത്രി ഇരിക്കുന്നുവെങ്കിൽ സ്വർഗം പറയുക ഉഴവ് ചാലുകൾ നനയ്ക്കുവാൻ പോകുക. ഹല്ലേലൂയ. ആ ഒരു നനവ് തരുന്ന കർത്താവ്, ഇതിനെ നനയ്ക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ മഴ അനുഗ്രഹത്തിന്റെ സിഗ്നലാണ്. ആ മഴയുടെ പ്രത്യേകത ചില കട്ടകൾ ഉടയുന്നു. എങ്ങനെയൊക്കെ ഉടയ്ക്കുവാൻ ശ്രമിച്ചിട്ടും എങ്ങനെയൊക്കെ ആ കട്ടകൾ നീങ്ങിപ്പോകുവാൻ പറഞ്ഞിട്ടും ആ കട്ടക്കൂട്ടങ്ങൾ ഉടയുന്നില്ല. വെല്ലുവിളിച്ച് നിൽക്കുക. നിന്റെ പുരയിടത്തിനകത്ത്, നിന്റെ വയൽ പ്രദേശത്തിനകത്ത്, നിന്റെ വീട്ടിനകത്ത് ചില കട്ടകൾ ഉടയാതെ നിൽക്കുമ്പോൾ മനുഷ്യന്റെ കൈ തൊടാതെ സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് അയക്കുന്ന മഴ നിമിത്തമായി ആ കട്ടകൾ ഉടയുന്നുണ്ട്. ഹല്ലേലൂയ. ആർക്കും നിരത്തുവാൻ പറ്റാത്തത്, ആർക്കും ഉടക്കുവാൻ പറ്റാത്ത ചില കട്ടകൾ വെള്ളത്തിന് നനവ് തട്ടിയാൽ അവിടെ ഹല്ലേലൂയ എല്ലാ കട്ടകളും ഉടഞ്ഞ് കുതിർന്ന് ഒന്നായി തീരുവാനിടയാത്തീരും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കുടുംബത്തിനകത്ത് ചില കട്ടകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ഞാനാണ് എന്ന്, എന്നെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അഹങ്കാരത്തിന്റെയും നികളത്തിന്റെയും വാക്ക് ഉന്നയിച്ചുകൊണ്ട് കട്ട പോലെ ഇരിക്കുന്നത്. അവിടെ ഇരിപ്പ് ഇളക്കം സംഭവിക്കുകയില്ല എന്ന്, എന്നെ ആർക്കും തകർക്കുവാൻ പറ്റുകയില്ല എന്ന് ചില ഉന്നതന്മാർ ഹല്ലേലൂയ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ മഴ ഇറങ്ങി ആ കട്ട നനയുമ്പോൾ അത് ഹല്ലേലൂയ അത് അവയെ സ്വതം നിറയുക, അത് നിരത്തുക. ഇന്ന് രാത്രി സ്വർഗത്തിലെ പണി ഹല്ലേലൂയ 2025 നിന്റെ കുടുംബത്തിനകത്ത് എല്ലാവരും ഒരുപോലെ, എല്ലാവരും ഐക്യതയോടെ ഇത് എന്റേത്, ഇത് നിന്റേത്, അത് എന്നല്ല, അത് നമ്മുടെ എന്ന് പറയുന്ന രീതി സ്വർഗം ഒരു മാറ്റം കൊണ്ടുവരുവാൻ പോകുകയാണ്. സംവത്സരങ്ങളെ ഞാൻ നന്മ കൊണ്ട് പൊഴിക്കുവാൻ പോകുക, സംവത്സരങ്ങളെ ഞാൻ നന്മ കൊണ്ട് അനുഗ്രഹിക്കുവാൻ പോകുക. 2025 വർഷം നിങ്ങൾക്ക് നന്മയുടെ വർഷമായി മാറേണ്ടത് ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ചില കഷ്ടങ്ങൾ, ചില പ്രതികൂലങ്ങൾ, ചില രോഗങ്ങൾ, ഹല്ലേലൂയ ദുരിതങ്ങളെല്ലാം ഒരുപക്ഷെ ദൈവത്തെ അറിഞ്ഞവർക്ക് അതൊരു തടസ്സമല്ല. ദൈവത്തെ അറിഞ്ഞവർക്ക് ദൈവം ഒരു സംരക്ഷണ കവചം ഒരുക്കും. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുറ്റി പൊഴിക്കുന്നത്, കുന്നുകൾ ഉല്ലസിക്കുന്നത്, മേച്ചൽപ്പുറങ്ങൾ വളരെ ആടുമാടുകളെ കൊണ്ട് നിറയുന്നത്, താഴ്വരയിലുള്ള ഹല്ലേലൂയ ധാന്യക്കതിരുകൾ കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുവെന്ന് ഹല്ലേലൂയ ആർക്കെയും പാടുകയും ചെയ്തത് ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുവാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി ആർക്കും ഹല്ലേലൂയ ഒതുക്കുവാൻ പറ്റാത്ത, ആർക്കും തകർക്കുവാൻ പറ്റാത്ത ഒരു ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുവാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടല്ലേ യെശയ്യാ പ്രവാചക പുസ്തകം 55 അധ്യായം 12-13 വേദഭാഗങ്ങൾ വായിച്ചാട്ട് പ്രവാചകൻ പറയുന്നു, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടണം. ഓ ഹല്ലേലൂയ. സമാധാനത്തോടെ നിങ്ങൾ പറഞ്ഞിരിക്കും. അയച്ചാട്ടെ യെശയ്യാ 55-12-13 വേദഭാഗം. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും ദേശത്തിലെ മതി. സ്തോത്രം. ശ്രദ്ധിക്കണേ, അത് വായിക്കാറുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ പറഞ്ഞയക്കും. ആരാ പറഞ്ഞയക്കുന്നത്? ദൈവമാണ് നിങ്ങളെ സമാധാനത്തോടെ പറഞ്ഞിരിക്കുന്നത്. സന്തോഷത്തോടെ ഇന്ന് രാത്രി പുറപ്പെടുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. വറ്റു വരണ്ട് ക്ഷാമം പറഞ്ഞ് ദാരിദ്ര്യം പറഞ്ഞിരിക്കാനല്ല, പിന്നെയോ സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞേക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ
പൊട്ടി ആർക്കും. അടുത്ത്, ദേശത്തിലെ സകല വൃക്ഷങ്ങളും ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും. പറക്കാരയ്ക്ക് പകരം കൊഴുതു മുളയ്ക്കും. അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളമായിരിക്കും. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിന്റെ ഒരു അടയാളമാണ് ഞാനും നിങ്ങളും. ആ അടയാളത്തിന്റെ പ്രത്യേകത ശാശ്വതമായ ഒരു അടയാളം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദേശത്തിലെ സകല വൃക്ഷങ്ങളും ഹല്ലേലൂയ കൈകൊട്ടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടണമെങ്കിൽ ആ വൃക്ഷം പുഷ്ടിയോടെ ഇരിക്കണം. ആ വൃക്ഷത്തിന് നല്ല ഇലവുണ്ടാകണം, നല്ല കൊമ്പുണ്ടാകണം, നല്ല പച്ചമുണ്ടാകണം. ആമേൻ. ദൈവമക്കളെ, ദേശത്തിലെ ഒരു വൃക്ഷമായിട്ട് ദൈവം ഉപമിച്ചിരിക്കുകയാണ്. നീരുറവിനരികെ ഞാനും നിങ്ങളും നിൽക്കുവാൻ തയ്യാറാണ് എങ്കിൽ, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം പറയുക, ഹല്ലേലൂയ, ആ ഉറവയുടെ പ്രത്യേകത വൃക്ഷങ്ങൾ കൈകൊട്ടുന്ന രീതിയിൽ, പ്രൈസ് ദി ലോർഡ്, ആരാ വൃക്ഷങ്ങൾ കൈകൊട്ടുന്ന രീതിയിൽ സ്വർഗം നിങ്ങളെ മാനിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 38-ാമത് വാക്യം വായിച്ചാട്ടെ. നീരുറവയുടെ കുറിച്ച് പറഞ്ഞൊരു പദം ഒന്ന് വായിച്ചാട്ടെ. 7:38. യോഹന്നാൻ 7:38. എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ശ്രദ്ധിക്കണേ, പരിശുദ്ധാത്മാവിന്റെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്ന ഇടത്താണ്, പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണയിലാണ് ഒരു വൃക്ഷം നിന്നാൽ അവൻ കൈകൊട്ടും. അവൻ ആർക്കും, അവൻ സന്തോഷിക്കും, അവൻ ഉല്ലസിക്കും, അവൻ പൂക്കും. പരിശുദ്ധാത്മാവിന്റെ തണലിൽ ഞാനും നിങ്ങളും ജീവിക്കുകയാണ് എങ്കിൽ നമ്മൾ വരണ്ടു പോകുകയില്ല, തകർന്നു പോകുകയില്ല. വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ ആ നദിയിലാണ്, ആ ഉറവയുടെ അരികിലാണ് ഈ വൃക്ഷം ഇട്ടാൽ ആ വൃക്ഷം തക്ക സമയത്ത് ഫലം കായ്ക്കും. ഇതിനകത്ത് നിന്റെ ജീവിതത്തിൽ തക്ക സമയത്ത് ഫലം ലഭിക്കണമെങ്കിൽ ഉറവയുടെ അരികിലേക്ക് നിൽക്കണം. പരിശുദ്ധാത്മാവിന്റെ ശേഖരയ്ക്കകത്ത്, പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണയിൽ ഞാനും നിങ്ങൾ വളരണം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10 വായിച്ചാട്ടെ. യോഹന്നാൻ 4:10. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ശ്രദ്ധിക്കണം, ജീവനുള്ള വെള്ളം. ഹല്ലേലൂയ. ജീവനുള്ള വെള്ളം എന്ന് പറയുന്നത് വചനത്തെ കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവെന്ന ഉറവയും ജീവനുള്ള വെള്ളമാകുന്ന വചനവും എന്നുടെയും നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്താൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, വൃക്ഷങ്ങൾ കൈകൊട്ടും. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവും ജീവനുള്ള വചനവും ഒരുവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ കൈകൊട്ടുമെന്ന്. കൈകൊട്ടുവാൻ കഴിയാതെ, നിൽക്കുവാൻ കഴിയാതെ, ഫലം കായ്ക്കുവാൻ കഴിയാതെ, പൂക്കുവാൻ കഴിയാതെ ഉണങ്ങിപ്പോകുന്ന അവസ്ഥയിൽ ആരെങ്കിലും ഇന്ന് രാത്രി ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ നിറവ്, വചനത്തിൽ ജീവനുള്ള വചനത്തിന്റെ നിറവ് നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ കൈകൊട്ടുവാൻ പോകുക. ഉടമ കൈകെട്ടി ആരും ഇരിക്കരുത്. ഇന്ന് രാത്രി കൈകൊട്ടുവാൻ തയ്യാറാകുക, സന്തോഷിക്കുവാൻ തയ്യാറാകുക. ഇന്ന് രാത്രി ഉല്ലാസത്തിന്, സന്തോഷത്തിന്
ദൈവത്തിന്റെ ഹല്ലേലൂയ അവൻ ശബ്ദം നിന്റെ ദേശത്തെ മാറ്റൽ വരുവാൻ പോയ ഇന്നലെ ഇതുവരെ വൃക്ഷം കൈകൊട്ടുവാൻ കഴിഞ്ഞിട്ടില്ല. വൃക്ഷത്തിന് ഹല്ലേലൂയ ഒന്നും ചെയ്യാൻ പറ്റിട്ടില്ല. പക്ഷേ ഇന്ന് രാത്രി ദൈവം പറയുക വൃക്ഷങ്ങൾ കൈകൊട്ടുവാൻ പോകുക, വൃക്ഷങ്ങൾ കൈകൊട്ടുവാൻ പോകുക. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ സ്തോത്രം. മുള്ളിന് പകരം സരളവൃക്ഷം ഹല്ലേലൂയ മുളയ്ക്കും. ഹല്ലേലൂയ പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. സ്തോത്രം. അത് യഹോവയ്ക്കൊരു കീർത്തിയും കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ അടയാളമായിരിക്കും. നമ്മുടെ അകൃത്യങ്ങളാണ് നമ്മുടെ നന്മകൾക്ക് തടസ്സം. ഹല്ലേലൂയ. നമ്മുടെ നാവ് കൊണ്ട് സംഭവിച്ചതാകാം. ഹല്ലേലൂയ. നമ്മുടെ കൊടുക്കൽ വാങ്ങലിൽ സംഭവിച്ചതാകാം, നമ്മുടെ ഇടപാടുകളിൽ സംഭവിച്ചതാകാം. അകൃത്യത്തിന് പരിഹാരം വേണം. നാം ഏറ്റുപറയണം. കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. പരിഹാരം വരുത്തുന്നത് ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർ തയ്യാറാകും? ഹല്ലേലൂയ. നമ്മുടെ അകൃത്യങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ അകൃത്യങ്ങൾ ഹല്ലേലൂയ ഒത്തിരി പ്രതികൂലമായിരിക്കുന്നുണ്ട്. നമ്മെ അകൃത്യങ്ങളില്ല. ഇന്ന് രാത്രി നമ്മെ വിട്ട് മാറണം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ആമേൻ സ്തോത്രം. അതുകൊണ്ടാണ് സംഗീതകർത്താവ് പറയുന്നത് എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വേഗത്തിൽ പരിഹാരം വരുത്തുവാൻ എന്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഹല്ലേലൂയ യോബിന്റെ പുസ്തകം 10:14 വായിച്ചാട്ടെ. യോബ് 10:14 വേഗത്തിൽ വായിച്ച. യോബ് 10:14. ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവെക്കുന്നു എന്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല. ശ്രദ്ധിക്കണേ. യോബ് നമുക്കറിയാം ഭക്തനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്ന യോബ്. സ്തോത്രം. ആ യോബ് ഹല്ലേലൂയ ഞാൻ പാപം ചെയ്താൽ ദൈവം അത് കണ്ടുവെക്കുന്നു. സ്തോത്രം. ആരാ നമ്മൾ പാപം ചെയ്ത ആരെ കണ്ടുവെക്കും? ദൈവം നോക്കി വെക്കുമെന്ന്. അപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല, ശിക്ഷ ഉണ്ടാകില്ല. ദൈവം നോക്കി. സ്തോത്രം. എന്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല. അങ്ങനെ ഇന്ന് രാത്രിയിൽ എന്നുടെയും നിങ്ങളുടെയും അകൃത്യത്തിന് ഒരു ശിക്ഷയുണ്ട്. എന്നുടെ നിങ്ങളുടെ പാപത്തെ സ്തോത്രം ദൈവം നോക്കി വെക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മക്കളൊക്കെ ചില തെറ്റൊക്കെ ചെയ്യുമ്പോൾ അല്ലേ നമ്മൾ എന്ത് ചെയ്യും? നോക്കി വെക്കും. ചില അധ്യാപകർ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചില തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഗുണദോഷിച്ചിട്ട് അധ്യാപകന്മാർ പറയുന്ന കാര്യങ്ങളെ, നല്ല കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ അങ്ങനെയുള്ള പിള്ളേരെ അവരെന്ത് ചെയ്യും? നോക്കി വെക്കും. പണി പിന്നാലെ എന്നതുപോലെ എന്നുടെയും നിങ്ങളുടെ പാപങ്ങൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഞാനും നിങ്ങളും പാപം ചെയ്താൽ ദൈവം അത് കണ്ടുവെക്കും, നോക്കി വെക്കുക. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു അകൃത്യത്തെ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല. ഒറ്റക്കാരി ശിക്ഷ ഉറപ്പാണ്. ശിക്ഷ ഉറപ്പാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഒരു ശിക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യുന്ന അകൃത്യങ്ങൾക്ക്, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് ഹല്ലേലൂയ ഒരു ശിക്ഷയുണ്ട്. നീ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല. സ്തോത്രം. യോബിന്റെ പുസ്തകം എന്റെ 14:17 വായിച്ചാട്ടെ. 14:17 വേഗത്തിൽ വായിച്ചാട്ടെ. 14:17. ഇത് വലിയൊരു സബ്ജക്റ്റ്, തീരുന്ന വിഷയമില്ല. പെട്ടെന്ന് തീർക്കാൻ പോകാം. സ്തോത്രം. എന്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു. എന്റെ അകൃത്യം പറ്റിച്ചിരിക്കുന്നു. അല്ലേ? അകൃത്യം നീ കെട്ടി പറ്റിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ. ദൈവം പറഞ്ഞു ഹല്ലേലൂയ
നിന്റെ പാപത്തെ ഞാൻ കണ്ടു വെക്കുന്നു. അടുത്ത് പറഞ്ഞു അകൃത്യത്തെ ശിക്ഷിക്കാതെ വിടുന്നില്ല. അതിന്റെ അടുത്ത് പറയുന്നു എന്റെ അതിക്രമം ദൈവം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ട് വെച്ചിരിക്കുന്നു. സ്തോത്രം. പ്രശ്നം സഞ്ചി എന്തിനാണ്? സാധനം കഴിക്കാൻ അതിനകത്തിട്ട് സൂക്ഷിച്ച് എന്നതുപോലെ എന്നുടെയും നിങ്ങളുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ദൈവം ഒരു സഞ്ചിക്കകത്തിട്ട് മുദ്രയിട്ട് വെച്ചിരിക്കുന്നു. അതിന് മറ്റാർക്കും പൊട്ടിക്കുവാൻ കഴിയുകയില്ല. ആ സഞ്ചിക്കകത്തുള്ള വിഷയത്തെ ഒരു മനുഷ്യനും കാണുവാൻ കഴിയുകയില്ല. പക്ഷെ ദൈവത്തിന് അറിയാം. ഇന്ന് രാത്രി രഹസ്യമായ ഭാവത്തെയും പരസ്യമായ ഭാവത്തെയും എന്റെ യേശുവിന്റെ സഞ്ചിക്കകത്ത് മുദ്രയിട്ട് വെച്ചിട്ടുണ്ട്. സ്തോത്രം. ആർക്കും അഴിക്കുവാൻ പറ്റാത്ത ഹല്ലേലൂയ വിധം കെട്ടിവെച്ചിരിക്കുന്നു. സ്തോത്രം. അവൻ ഹല്ലേലൂയ ഈ അവസ്ഥ ഇരുന്നാലും യേശു വന്നാൽ നാം സ്വർഗത്തിൽ പോകും. പ്രശ്നം ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ. ഈ അവസ്ഥയിൽ നമ്മൾ ഇരുന്നു കൊണ്ട് നമ്മൾ പറയുന്നതാണ് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നുടെയും നിങ്ങളുടെയും സ്തോത്രം അതിക്രമങ്ങളെ സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു. എന്റെ അകത്ത് നീ കെട്ടി പറ്റിച്ചിരിക്കുന്നു. അതിനർത്ഥം കെട്ടി പറ്റിച്ചു വെച്ചിരിക്കുകയാണ് ദൈവം. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് കഴിയും? സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് എന്റെ അകൃത്യങ്ങൾ സ്തോത്രം ഏറ്റവും വിലപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. രണ്ട് വായിച്ച പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. അല്ലേ? ദാവീദിന്റെ കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് സകല ജനവും ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എന്റെ പ്രാർത്ഥനകളെ കേൾക്കാതിരിക്കുന്നത് സ്തോത്രം എന്റെ അകൃത്യങ്ങളാണ്. അത് അതിബലപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ പ്രതീക്ഷകളും എല്ലാ പ്രത്യാശകളും നഷ്ടപ്പെട്ട് ഹല്ലേലൂയ നിൽക്കുന്ന ദൈവത്തിലെ ഇന്ന് രാത്രി ദൈവം പറയുന്നു സ്തോത്രം ഞാൻ നിന്റെ പാപങ്ങളെയും അകൃത്യങ്ങളെയും സഞ്ചിയില അകത്താക്കി മുദ്രയിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അകൃത്യങ്ങളും നിങ്ങളുടെ പാപങ്ങളും എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഒളിച്ച് എനിക്ക് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ടല്ലേ 65 മൂന്നാമത് വാക്യം പറയുന്നത് എന്റെ അകൃത്യം എന്റെ നേരെ അതിബലമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഇന്ന് രാത്രി പരിഹാരകനായ ദൈവം ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. വേഗത്തിൽ നിങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ എന്റെ ദൈവം വന്നിട്ടുണ്ട്. എല്ലാവരും മടങ്ങാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എല്ലാവരും മടങ്ങാട്ടെ. ഹല്ലേലൂയ. കൃപ അതിക്രമങ്ങൾക്ക് പരിഹാരം ലഭിച്ചാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോസഫിന് ഒരു മതിലൊരു തടസ്സമല്ല. ഒരു അതിര് വെച്ചുകൊണ്ട് മതിൽ വെച്ചുകൊണ്ട് അല്ല ശത്രു പറയുകയാ നീ ഇതിനപ്പുറം കടന്നു വരരുത്, നീ ഇതിനപ്പുറം വരരുതെന്ന് പറയുമ്പോൾ ആ മതിൽ അതിന്റെ മുകളിലൂടെ പടർന്ന് പന്തലിക്കുവാൻ ഹല്ലേലൂയ ആ മതിലിന്റെ അവൻ ഹല്ലേലൂയ സ്തോത്രം കാഴ്ചയിലാക്കിക്കൊണ്ട് പടർന്ന് പന്തലിച്ചു വളരുവാൻ തക്കവണ്ണം യോസഫിനെ കഴിഞ്ഞതുപോലെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ആരെങ്കിലും വളർച്ച നഷ്ടപ്പെട്ടവനായി നിരാശയോടെ വരണ്ടിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്വർഗം പറയുക അവൻ എന്റെ ദർശനമുള്ള എന്റെ അവൻ സ്വപ്നമുള്ള എന്റെ വാഗ്ദത്തമുള്ള അവൻ യോസഫിന് ഒരു പൊട്ടക്കിഴക്കകത്തിട്ട് ഹല്ലേലൂയ മൂടുകേണ്ടവനല്ല, അവനവിടെ ഒതുക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ അവൻ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഓ യോസഫിനെ എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് രാത്രി ചില സ്വന്തം എഴുന്നേൽപ്പിക്കുവാൻ പോകുക, ചില ദാവീദുമാരെ സ്വന്തം എഴുന്നേൽപ്പിക്കുവാൻ പോകുക. ഏൽപ്പിച്ചുകൂടാ. എല്ലാവരും മടങ്ങാട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല സമയം നന്ദി പറയുന്നു. ഞാൻ ഒരുമിച്ച് അപ്പനടുത്ത് വരികയാണ്. ഈ രാത്രിയിലും ദൈവത്തിന് കൃപ കൂടിയതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകിയതിനായി സ്തോത്രം.
ഈ സന്ദേശം പ്രകാരമായി ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ പ്രാപിപ്പാൻ സഹായിക്കണം. എല്ലാ പ്രതികൂല സാഹചര്യം മാറ്റാനായി സ്തോത്രം. ജനത്തിനെ ഏൽപ്പിക്കുന്നു, അടിനെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളെല്ലാവരും കർത്താവിൽ ചില അതിക്രമങ്ങളുള്ളവരാണ്, ഞങ്ങൾ പാപികളാണ്. എങ്കിലും കർത്താവ് വേഗത്തിൽ ചില പരിഹാരം വരുത്തുവാൻ എന്റെ ദൈവം എഴുന്നേറ്റതിനായി സ്തോത്രം. ദൈവിക നന്മ പ്രാപിച്ചുകൊണ്ട് കർത്താവെ മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. തിരികെ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം.